പാട്ടുകളുണ്ട്, നൃത്തം ചെയ്യുന്ന പാട്ടുകളുണ്ടാവും. സിനിമാ തിയേറ്ററിൽ ആദ്യമായി എല്ലാവരും നൃത്തം ചെയ്ത സിനിമയും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഒരു നവരസങ്ങൾ എന്നുള്ള കോൺസെപ്റ്റിൽ അവഗണിക്കപ്പെടുന്ന വാർദ്ധക്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പരസ്പരം വെട്ടിമരിക്കുന്ന മക്കളെക്കുറിച്ചോ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ശാന്തം എന്ന പേരിൽ കരുണവും ശാന്തവും അത്ഭുതവും ദയാവധത്തെക്കുറിച്ചുള്ള സിനിമ 2004 ഞാൻ ചെയ്തു. ഇപ്പോൾ ദയാവധം നടപ്പിലാക്കുന്ന ഇക്കാലം അതിന് എത്രയോ മുൻപ് അത് ചർച്ചാ വിഷയമാക്കിയിരുന്നു. അങ്ങനെ കരുണം, ശാന്തം, ഭീവത്സം, അത്ഭുതം തുടങ്ങി ശൃംഗാരമൊഴിച്ചുള്ള എല്ലാ രസങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് സമൂഹത്തിന് നവരസങ്ങളായി മാറിയതായി ഞാൻ മനസ്സിലാക്കി. കാരണം കരുണത്തിൽ അവഗണിക്കപ്പെടുന്ന വാർദ്ധക്യത്തെക്കുറിച്ച് സിനിമ ചെയ്തപ്പോൾ അന്ന് എല്ലാവരും ചോദിച്ചു, ഇവിടെ അങ്ങനെ ഓൾഡ് ഏജ് ഹോമുകളൊക്കെ വരുമോ? 2000 സിനിമ. ഇന്ന് 2026 ആയപ്പോഴേക്കും ഓൾഡ് ഏജ് ഹോമുകൾ നിറയുന്ന ഒരു സംസ്ഥാനമായി മാറിക്കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനം. ശാന്തം രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പേരിൽ ഇന്നും വെട്ടിമരിക്കുമ്പോഴൊക്കെ ശാന്തം ചർച്ചയായി മാറാറുണ്ട്. അങ്ങനെ ഒന്നൊന്നായി എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ കാണുന്ന സമൂഹത്തിൻ്റെ എക്സ്പ്രഷൻസ്, നവരസങ്ങൾ ഈ സിനിമയിലൂടെ ഞാനും ഒന്ന് പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയാണ്. എനിക്കറിയില്ല ശൃംഗാരം പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന്, എങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് പ്രചോദനമാണ്. ഓരോ അംഗീകാരങ്ങളും പ്രചോദനങ്ങളാണ്. സത്യത്രയുടെ പേരിലുള്ള അംഗീകാരം, അതും ആ സിനിമ കാണാൻ പ്രേരിപ്പിച്ച ഒരു വ്യക്തിയുടെ മുന്നിൽ വെച്ച്, അദ്ദേഹം ചെയ്ത വഴികളിലൂടെ നടക്കാൻ പ്രേരിപ്പിച്ച മറ്റൊരു വ്യക്തിയുടെ മുന്നിൽ വെച്ച് ഈ അംഗീകാരം ഏറ്റുവാങ്ങുമ്പോൾ ഞാൻ ഉത്തരവാദിത്തപ്പെട്ടുള്ളവനാവുന്നു. കാരണം ഇതെൻ്റെ മാത്രം വിജയമല്ല. എൻ്റെ കൂടെ പ്രവർത്തിച്ച ഒരുപാട് കലാകാരന്മാരുണ്ട്. സിനിമ സ്വപ്നം കണ്ടവരും സിനിമയ്ക്ക് വേണ്ടി ജീവിതം അർപ്പിച്ചവരുമായ ഒരുപാട് പേര് എൻ്റെ ഓരോ സിനിമകളിലെയും എൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അവർ പകർന്നു തന്നിട്ടുള്ള ആശയങ്ങളുണ്ടാവും, അവർ പകർന്നു തന്ന എനർജി ഉണ്ടായിരുന്നു, അവർ സാക്രിഫൈസ് ചെയ്ത ജീവിതം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഇതൊക്കെ ചേർന്നാണ് എനിക്ക് സിനിമ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. എനിക്ക് സിനിമ ഇല്ലാതെ മറ്റൊന്നില്ല. എൻ്റെ ജീവിതത്തിൽ സിനിമ തന്നെയാണ് എൻ്റെ സ്വപ്നവും സാക്ഷാത്കാരവും എല്ലാം പൂർത്തീകരിക്കാൻ, ഇനിയും പരീക്ഷണങ്ങൾ ചെയ്യുവാനും വ്യത്യസ്തമായ ലോകത്തിൽ മുഴുവൻ അവതരിപ്പിക്കാൻ കഴിയുന്ന, ഒരുപക്ഷെ എൻ്റെ പൂർണ്ണ മനസ്സോടുകൂടി ഒരുപക്ഷെ ഞാൻ എൻ്റെ ആദ്യ ചിത്രം എന്ന് പറയാൻ കഴിയുന്ന ഒരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ ഈ അംഗീകാരം ഏറ്റുവാങ്ങുന്നു. നന്ദി, നമസ്കാരം. മറുമൊഴിക്കായി പ്രോമിസിംഗ് ടാലന്റ് അവാർഡ്